ഒരുപാട് പേര് നേരിടുന്ന ഒരു പ്രശ്നമാണ് വാട്സപ്പ് ബാനായി പോകുന്നു എന്നുള്ളത്. നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെയാണ് ദിസ് അക്കൗണ്ട് ക്യാൻ നോ ലോങ്ങർ യൂസ് വാട്സപ്പ് എന്ന് എഴുതിക്കൊണ്ട് ഇതുപോലെയാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് എങ്കിൽ വളരെ സിമ്പിളായിക്കൊണ്ട് തന്നെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് പോലെയുള്ള ചെറിയ മെത്തേഡുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വാട്സപ്പ് നിങ്ങൾക്ക് ഓപ്പൺ ആക്കി എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. വാട്സപ്പ് ടീമിൻ്റെ പോളിസിക്കെതിരായിക്കൊണ്ട് നമ്മൾ എന്തെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാലാണ് നമ്മുടെ വാട്സപ്പ് ഇതുപോലെ ദിസ് അക്കൗണ്ട് ക്യാൻ നോ ലോങ്ങർ യൂസ് വാട്സപ്പ് എന്ന് എഴുതിക്കൊണ്ട് ഈ ഒരു പ്രശ്നം നമ്മുടെ വാട്സപ്പിനകത്ത് വരുന്നത്. അപ്പോൾ പോളിസിക്കെതിരായിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യാതിരിക്കുക. ഇനി നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ട് ഓപ്പൺ ആയിട്ട് വീണ്ടും ബാൻ ആവുന്നുണ്ട്, വീണ്ടും നിങ്ങൾക്ക് അൺബാൻ ആയി കിട്ടുന്നുണ്ട്, അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഓപ്പൺ ആയി കിട്ടുന്ന സമയത്ത് നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ട് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുക. എന്നിട്ട് നിങ്ങൾ 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് പേർക്ക് വാട്സപ്പ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് ഒരു മെത്തേഡാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 6 വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. വ്യത്യസ്ത മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടാണ് ഓരോരുത്തർക്കും വാട്സപ്പ് അൺബാൻ ആയി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് വർക്കിംഗ് അല്ല എങ്കിൽ ചാനൽ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ വീഡിയോകൾ കാണാൻ വേണ്ടി സാധിക്കും. വ്യത്യസ്തമായിട്ടുള്ള മെത്തേഡുകൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ആ ഒരു ലൈക്ക് ബട്ടണിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമ്മുടെ വാട്സപ്പ് ടീമിന് നമ്മൾ ചെറിയ അപ്പീൽ ടൈപ്പ് ചെയ്ത് അയക്കേണ്ടതായിട്ടുണ്ട്. ഇത് അറിയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുക്കാം. അറിയാത്തവരാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. അവിടെ വന്നുകൊണ്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തതിന് ശേഷം മാത്രം ഇൻബോക്സിൽ നിങ്ങൾക്ക് ബാൻ 5 എന്ന് അല്ലെങ്കിൽ ബാൻ ന്യൂ എന്നോ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അവിടെ ടൈപ്പ് ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് പേര് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാതെ വന്നിട്ട് ബാൻ എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കത് കാണാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ബാൻ ന്യൂ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോഴേ എനിക്ക് കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ തുടർന്ന് കാണുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ബാൻ ആയിട്ടുള്ളൊരു വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. അതുപോലെയുള്ള ഒരു വാട്സപ്പാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ദിസ് അക്കൗണ്ട് ക്യാൻ നോ ലോങ്ങർ യൂസ് വാട്സപ്പ് എന്ന് എഴുതി ഇതുപോലെയാണ് കാണിക്കുന്നത് എങ്കിൽ ഇങ്ങനെ ഇത് ശരിയാക്കാൻ നോക്കാം. നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള മെത്തേഡുകളാണ് നമ്മൾ ഓരോ വീഡിയോയിലും ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഒന്ന് വർക്കിംഗ് അല്ല എന്ന് കരുതി അടുത്ത മെത്തേഡ് കൂടെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതിനായിട്ട് ഞാനിവിടെ ആദ്യമായിട്ട് പ്ലേ സ്റ്റോർ ആണ് ഓപ്പൺ ചെയ്യുന്നത്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തുകൊണ്ട് ഞാനിവിടെ വാട്സപ്പ് എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാട്സപ്പ് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. നിങ്ങളുടെ വാട്സപ്പിന് അപ്ഡേറ്റ് വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് താഴേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമുക്കിവിടെ ആപ്പ് സപ്പോർട്ട് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഈ കാണുന്ന ആപ്പ് സപ്പോർട്ടിൻ്റെ തൊട്ടടുത്തേക്കൊണ്ട് ഈ ആരോയിൽ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഇമെയിൽ ID ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജിലേക്കായിരിക്കും വരുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ 2 എന്ന് കാണുന്നിടത്ത് നിങ്ങളെ Gmail ID ആണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ഈ ഒരു സബ്ജക്റ്റ് എന്ന് കാണുന്നിടത്ത് വാട്സപ്പ് ബാൻ പ്രോബ്ലം എന്ന് നിങ്ങൾ ഇതുപോലെ ടൈപ്പ് ചെയ്യാം. അതിനുശേഷം നമ്മളിവിടെ ഒരു അൺബാൻ ഫോം നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലാത്തവരാണെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തുകൊണ്ട് ബാൻ 5 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഫോം അയച്ചു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്നുകൊണ്ട് അത് കോപ്പി ചെയ്തുകൊണ്ട് ഇവിടെ കൊടുത്ത് പേസ്റ്റ് ചെയ്താൽ മതിയാവും. അതിനുശേഷം നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ മൈ നമ്പർ എന്ന് കാണുന്നിടത്ത് നിങ്ങളുടെ ബാൻ ആയിട്ടുള്ള നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ Gmail ID ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. മൂന്നാമതായിക്കൊണ്ട് മൈ ഡിവൈസ് എന്നുള്ളിടത്ത് ഏതാണ് നിങ്ങളുടെ ഫോൺ, ആ ഒരു ഫോണിൻ്റെ മോഡൽ നമ്പറാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അത്രയും കാര്യങ്ങൾ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലായിക്കൊണ്ട് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഒരു ആരോ കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മെസ്സേജ് വാട്സപ്പ് ടീമിന് സെൻഡ് ആവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ നേരെ ബാക്കിലേക്ക് തന്നെ വരാം. അതിനുശേഷം നിങ്ങളിവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളിതുപോലെ കോൺടാക്ട് വാട്സപ്പ് എന്ന് ഇതുപോലെ സെർച്ച് ചെയ്ത് കൊടുക്കാം. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ കാണുന്ന ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾ കയറുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു വാട്സപ്പ് ഇന്ത്യ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൻ്റെ താഴെയായിക്കൊണ്ട് ബ്ലൂ കളറിൽ കാണുന്ന ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജിലേക്കായിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങൾ കുറച്ച് താഴേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കോൺടാക്ട് ഫോം എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലൊരു പേജിലേക്ക് വരും. ഇവിടെ നിങ്ങൾ ഈ കാണുന്ന ഓപ്ഷനിൽ നോ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള 2 ഓപ്ഷൻസുകൾ വരും. ഇവിടെ നമുക്ക് 93 ആണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ കൺട്രി കോഡ് കൊടുക്കുക. 91 നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ബാൻ ആയിട്ടുള്ള നിങ്ങളുടെ നമ്പർ ഈ ഒരു 2 കോളത്തിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ താഴേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. മൈ അക്കൗണ്ട് ഹാസ് ബീൻ ഡിസേബിൾ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ടച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് വീണ്ടും ഈ ഒരു ഡിസ്ക്രിപ്ഷൻ വരും. ഇവിടെ നമ്മൾ നേരത്തെ കോപ്പി ചെയ്തിട്ടുള്ള ആ ഒരു സംഭവം തന്നെ, ആ ഒരു ടെക്സ്റ്റ് തന്നെ ഇവിടെ നിങ്ങൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ ചോയ്സ് ഫയൽ എന്നുണ്ടായിരിക്കും. ഈ ഒരു ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാൻ ആയിട്ടുള്ള ആ ഒരു സ്ക്രീൻഷോട്ട് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതൊരു ഫയലായിക്കൊണ്ട് തന്നെ ഇതിനകത്ത് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ ആയിക്കൊണ്ട് നിങ്ങൾ നോ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫുൾ നെയിം കൊടുക്കാം. അതിനുശേഷം നിങ്ങളുടെ Gmail ID ഈ ഒരു 2 കോളത്തിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ നമ്മുടെ ഫുൾ നെയിം കൊടുത്തു, അതുപോലെ തന്നെ ഒരു ജിമെയിൽ ഐ ഡി നമ്മൾ 2 കോളത്തിലും കൊടുത്തു. താഴേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ യെസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. യെസ് എന്നതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ വരുന്ന ഓപ്ഷൻ നമുക്ക് ഇലക്ട്രോണിക് സിഗ്നേച്ചർ ആണ്. ഈ ഇലക്ട്രോണിക് സിഗ്നേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഫുൾ നെയിം നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. താഴേക്ക് കൊണ്ട് നമുക്ക് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സെൻഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജിലേക്കായിരിക്കും വരുന്നത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു ജിമെയിൽ ഐ ഡി 2 കോളത്തിലായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തിരുന്നു. ആ ഒരു ജിമെയിൽ ഐ ഡിയിലേക്ക് ഒരു 6 അക്ക ഡിജിറ്റ് വന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു കോഡ് നമ്മളെ ജിമെയിൽ ഐ ഡി ഓപ്പൺ ചെയ്തുകൊണ്ട് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം താഴെ കൊണ്ട് കൺഫേം എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള റിക്വസ്റ്റ് സെൻഡ് ആയത് കാണാൻ വേണ്ടി സാധിക്കും. സബ്മിറ്റ് സക്സസ്ഫുള്ളി എന്ന് നമുക്ക് മെസ്സേജ് കാണാൻ സാധിക്കും. നമ്മൾ ഈ അയച്ചിട്ടുള്ള റിക്വസ്റ്റ് വാട്സപ്പ് ടീമിന് ഡയറക്റ്റ് സെൻഡ് ആയിട്ടുണ്ടായിരിക്കും. അവർ നമ്മളെ റിക്വസ്റ്റ് പരിശോധിച്ച് വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് തന്നെ എടുക്കുമെന്ന് കരുതാം നമുക്ക്. പിന്നീട് നമുക്ക് ഇതുപോലൊരു പേജിലേക്കായിരിക്കും വരുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വരാം. ഇവിടെ നമുക്ക് എബൌട്ട് ടെമ്പററി ബാൻ അക്കൗണ്ട് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ കുറച്ച് താഴേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ യെസ് ഓർ നോ കാണാൻ വേണ്ടി സാധിക്കും. നമ്മുടെ യെസ് എന്നതിൽ ടൈപ്പ് ചെയ്യാം. അതിനുശേഷം ഈ ഒരു കാണുന്ന ഈ ഒരു കോളത്തിൽ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സംഭവം ഇതിനകത്ത് കൊടുന്ന് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം സെയിം പ്രോസസ്സ് തന്നെ നമ്മളോട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മൊബൈൽ നമ്പർ, ബാനായിട്ടുള്ള നമ്പർ, അതുപോലെ തന്നെ ജിമെയിൽ ഐ ഡി, അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ്, ഈ കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ താങ്ക്സ് എന്ന് എഴുതിക്കൊണ്ടൊരു മെസ്സേജ് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ അയച്ചിട്ടുള്ള ഈ ഒരു മെസ്സേജ് വാട്സപ്പ് ടീം കണ്ടു കഴിഞ്ഞാൽ 1 മണിക്കൂറോ അല്ലെങ്കിൽ 1.5 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പ് ടീമിൻ്റെ റീപ്ലൈ വരുന്നതാണ്. നിങ്ങളുടെ വാട്സപ്പ് അൺബാൻ ആയി കിട്ടുന്നതാണ്. അധിക പേരുടെയും വാട്സപ്പ് പെട്ടെന്ന് തന്നെ ഓപ്പൺ ആയി കിട്ടുന്നു എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. എന്താണ് നിങ്ങളുടെ റിസൾട്ട് എന്ന് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഓപ്പൺ ആയി കിട്ടിയ ഒരു വാട്സപ്പാണിത്. നമുക്ക് ഓപ്പൺ ആയി വരുന്ന സമയത്ത് ദിസ് അക്കൗണ്ട് ഹാസ് ബീൻ രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ നമുക്ക് ഇൻ്റർഫേസ് ആയിരിക്കും വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കാണാൻ സാധിക്കുക. പിന്നീട് ഞാനിവിടെ വെരിഫൈ അക്കൗണ്ട് എന്ന് കാണുന്ന ഈ താഴെ കാണുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും കാണാൻ വേണ്ടി സാധിക്കുക. കണ്ടില്ല, ഈ ഒരു അക്കൗണ്ട് നമുക്ക് ഇവിടെ ഓപ്പൺ ആക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.